ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്ട്. കൊച്ചിയിലെ അനധികൃത മരുന്ന് വിൽപ്പനയിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ്. നിയമം ലംഘിച്ച് ആന്റിബയോട്ടിക്കുകളും സൈക്കോട്രോപിക് മരുന്നുകളും വിൽപ്പന നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ന്യൂസ് മലയാളത്തോട്. ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തകളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ അമൃത് നടപ്പിലാക്കിയിട്ടും ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് സഭയിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടും കൊച്ചിയിൽ ആന്റിബയോട്ടിക്കുകളുടെ അനധികൃതമായ വിൽപ്പന തകൃതിയായി നടക്കുന്നുവെന്ന വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. അധികാരികളുടെ മൂക്കിന് താഴെ നടക്കുന്ന നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്ത മന്ത്രിയുടെ ശ്രദ്ധയിലെത്തി. നിയമങ്ങൾ കാറ്റിൽ പറത്തി മരുന്ന് വിതരണം നടത്തുന്നവർക്കെതിരെ നടപടിയെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തോട്. സ്പെക്ട്രം എന്ന് മറ്റോ പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഷോപ്സ് ആണ് ഇതിൽ ഉൾപ്പെട്ടതായിട്ട് പ്രാഥമികമായിട്ട് കാണുന്നത്. അതിലൊരു ഷോപ്പ് അതിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ അത് സ്റ്റേ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടും കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ആന്റിബയോട്ടിക്കുകളുടെയും മാനസിക അനാരോഗ്യ ചികിത്സയ്ക്കുള്ള സൈക്കോട്രോപിക് മരുന്നുകളുടെയും അനധികൃത വിൽപ്പന തടയാൻ സർക്കാർ സംവിധാനങ്ങൾ സജ്ജമെന്ന് മന്ത്രി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള വെബ് പോർട്ടൽ ഉൾപ്പെടെ നിലവിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുസമൂഹത്തിനും ആർക്കും ഈ കാര്യങ്ങൾ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ആന്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഒരു പോർട്ടലുണ്ട്, ഒരു സംവിധാനമുണ്ട്, ഓൺലൈൻ സംവിധാനമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി വരെ ആ നമ്പറിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യാം. ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് വിൽപ്പന നടത്തിയ മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ഒറിജിനൽ വിഷ്വൽസ് ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണ്. കർശനമായ നടപടി സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിന് സഹായകരമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. ജാൻ ഔഷധി ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുന്നുവെന്നത് ഗുരുതരമായ സാഹചര്യമാണ്. സർക്കാർ തലത്തിൽ ഇടപെടൽ ശക്തമാക്കുന്നതിനൊപ്പം ഇത്തരം വിൽപ്പനയ്ക്കെതിരെ ബോധവൽക്കരണം ആവശ്യമാണെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. ഇത്തരം വാർത്തകൾ സർക്കാരിനെയും സമൂഹത്തെയും ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ സഹായകരമാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.